ത്രിയേക ദൈവത്തിന് സ്തുതി. നോയമ്പിലെ 3-ാം ഞായറാഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. തളർവാദ രോഗി സൗഖ്യമാക്കിയ ദിനമാണ് ഇന്ന്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 24 മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഇവിടെ വലിയൊരു അത്ഭുതമാണ് നടക്കുന്നത്. ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പക്ഷപാതക്കാരനാണ്, നടക്കാനാവാത്ത അവസ്ഥയാണ്. എന്നാൽ അവനെ അവൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അനേകം പുരുഷാരം ഉണ്ടായിരുന്നിടത്ത് 4 പേർ കൂടി ചേർന്ന് അവനെ അവരുടെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവന് സൗഖ്യമാകും എന്ന് പറഞ്ഞ്. ജനക്കൂട്ടം കാരണം വാതിലിൽ കൂടെ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ മേൽക്കൂര തുറന്നാണ് അവനെ താഴേക്കിറക്കിയത്. അത് അവരുടെ വിശ്വാസത്തിൻ്റെ ധൈര്യമായിരുന്നു. യേശു അവിടെ ആദ്യം പറയുന്നത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവിടെ ഉണ്ടായിരുന്നവർ അപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ദൈവം മാത്രം പാപം ക്ഷമിക്കുമോ? പക്ഷേ യേശു അവരുടെ ഹൃദയ ചിന്തകളെ അറിയുന്നവനാണ്. അവനപ്പോൾ പറഞ്ഞത്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക എന്നാണ് പറഞ്ഞത്. അപ്പോഴവിടെ ഒരു അത്ഭുതമാണ് നടക്കുന്നത്. ശരീരം മാത്രമല്ല, അവൻ്റെ ആത്മാവും അവിടെ സൗഖ്യമായി. പ്രിയരെ, ഈ വചനം എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? നമ്മളെ ചിലപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കാം, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഭാരങ്ങളുണ്ടാകാം, പാപബോധങ്ങളുണ്ടാകാം, കുറ്റബോധങ്ങളുണ്ടാകാം, ലോൺലിനെസ് ഫീൽ ചെയ്യാം. എന്തെല്ലാം പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാകാം. യേശു ആദ്യം അതിനെ സ്പർശിക്കുന്നു. യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുക. അവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപം ഏത് രക്താംബരം പോലെ ആയിരുന്നു കഴിഞ്ഞാലും അത് ഹിമം പോലെ ഞാൻ വെണ്മയാക്കുമെന്ന്. യേശുവിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട് അവിടുന്ന് സാധിക്കുന്നതാണ്. പിന്നെ അവൻ നമ്മളെ അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടോ? ജീവിതം വഴിമുട്ടി നിൽക്കുകയാണോ? മുന്നോട്ട് പോകില്ല, ഇനി എന്തു ചെയ്യും എന്നൊരു തോന്നലിൽ നിൽക്കുന്നുണ്ടോ? കർത്താവിന് അവിടെ അധികാരമുണ്ട് ക്ഷമിക്കുവാൻ, മാറ്റുവാനായിട്ട്, നമ്മളെ ഉയർത്തുവാനായിട്ട്. നമ്മളുടെ പാപങ്ങളെ ക്ഷമിച്ച് കർത്താവിന് നമ്മളെ ഉയർത്തുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതം പൂർണ്ണമായി മാറുവാനായിട്ട്. നമ്മളുടെ വിശ്വാസം ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ വന്നേക്കാം. പക്ഷേ ആ പരീക്ഷണങ്ങളിലും നമ്മൾ അകപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്നാണ്. ദൈവത്തിന് നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് സാധിക്കും. പാപം ക്ഷമിക്കാനായിട്ട് അധികാരമുള്ളവനാണ്. വിശ്വാസം അത്ഭുതങ്ങളെ കാണിക്കുന്നതാണ്. കർത്താവിൻ്റെ വാക്ക് എപ്പോഴും വലിയ ശക്തിയുള്ളതാണ്. നമ്മുടെ ആത്മാവും ശരീരവും നമുക്ക് ഈ നൊയമ്പ് കാലത്ത് പുതുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.